ശാസ്താംകോട്ടയിൽ മയക്കുമരുന്നും കഞ്ചാവുമായി 3 പേർ പിടിയിലായി. അജ്മൽ ഷാ, ബിലാൽ, റമീസ് എന്നിവരെയാണ് ശാസ്താംകോട്ട എക്സൈസ് സംഘം പിടികൂടിയത്. ഇവരിൽ നിന്നും 4.934 ഗ്രാം മെത്താംഫെറ്റമിനും 45 ഗ്രാം ഗഞ്ചാവും പിടിച്ചെടുത്തു. ഇത് കടത്തിക്കൊണ്ടുവന്ന 2 ബൈക്കുകളും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ശാസ്താംകോട്ട, തൊടിയൂർ, തഴവ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. പിടിയിലായ അജ്മൽ ഷാ NDPS കേസിലെ പ്രതിയും റമീസ് മുൻ കാപ്പ കേസിലെ പ്രതിയുമാണ്. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് പാർട്ടി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 4.934 ഗ്രാം മെത്താംഫെറ്റമിൻ, 2 ബൈക്ക് എന്നിവ കണ്ടെത്തിയിട്ടുള്ളതാണ്. മുൻ NDPS കേസിലെ പ്രതിയായ അജ്മൽ ഷായെയാണ് ആദ്യമേ കസ്റ്റഡിയിലെടുത്തത്. ടിയാൻ തൊട്ട അടുത്ത സമയത്ത് തന്നെ റിമാൻഡ് ആയതിൻ്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ജാമ്യം കിട്ടി ഇറങ്ങിയ പ്രതിയാണ്. വീണ്ടും ഈ മയക്കുമരുന്ന് വിപണനം ചെയ്തു വരികയാണ്. ടിയാനെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ടിയാനിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മുൻ അബ്കാരി കേസ് പ്രതിയും മുൻ NDPS കേസ് പ്രതിയും കാപ്പ കേസിലേക്ക് പ്രതിയുമായ കുപ്രസിദ്ധ ഗുണ്ടയും ഒക്കെയായ റമീസ്, കൊത്തിപ്പൊടി റമീസ് എന്നാണ് വിളിപ്പേര്, കൊത്തിപ്പൊടി റമീസ് എന്ന് പറയുന്നവനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ഇവൻ്റെ സഹായിയായ ബിലാൽ, അതൊക്കെ ഇപ്പം പുതിയതായിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ 3 പേരെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രതി അനന്തു, അവൻ നമ്മുടെ പാർട്ടിയെ കണ്ടുകൊണ്ട് വാഹനം ഉപേക്ഷിച്ച് ഓടിപ്പോയി. അങ്ങനെ നിലവിൽ 4 പ്രതി, 2 വാഹനം ഉൾപ്പെടെയാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 2 പേര് നിരന്തരം NDPS കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ്. പ്രിവന്റീവ് ഓഫീസർമാരായ അനീഷ് TS, സന്തോഷ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് വിജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുജിത് കുമാർ, നിഷാദ്, വിഷ്ണു, അതുൽ, ജിയോ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷിബി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു.